പിന്നെ മറ്റൊരു പടം അതുപോലെ തന്നെ അമ്പിളി അല്ലേ? അപ്പൊ അതില് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ മണാലി ഉൾപ്പെടെ അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു പഠിത്തായിരുന്നു അല്ലേ? കുറച്ച് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടമായിരുന്നല്ലേ? അതില് സൗബിൻ കണ്ടിന്, നവീൻ കണ്ടു. ഷൂട്ട് മണാലിയിലാണ് ഉണ്ടായത്. അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ്. മണാലി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാം. ഐസൊക്കെ എടുത്ത് ഞാൻ പപ്പാനെ ഉയർത്തേക്കുണ്ടായിരുന്നു. ഇവിടെ അമ്പിളി കടക്കാന്ന് പറയുന്ന അവകേക്കുമായിട്ട് മോള് ഓർക്കുന്നുണ്ടല്ലേ? വീഡിയോ ഫോട്ടോസ് അയച്ചു ഓക്കെ. സിബ്രാൻ, ഇവിടെ ഇപ്പോഴ് പാടുകയും ചെയ്തു, പാടിയിട്ടും പ്രേക്ഷകർ സ്വീകരിച്ചു, ഇപ്പൊ അഭിനയിച്ചിട്ടും സ്വീകരിച്ചു. ഇതില് മോൻ ഏതാണ് ഏറെ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇനിയിപ്പോ ചോദിക്കാതെ പോകുന്ന കേൾക്കത്തില്ല, ഈ ഹെയർ സ്റ്റൈലിന്റെ എന്താണ് അതിന്റെ ഒരു പുറകിലിരിക്കുന്ന രഹസ്യം? ഒന്നുമില്ല, എനിക്ക് ചെറുപ്പത്തിലെ പിന്നെ എല്ലാരും പറയും കട്ട് ചെയ്യരുത് എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യുന്ന പറയും, വലിയ മുടി എന്നൊക്കെ പറയും. കൂടുതൽ ആൾക്കാരും പറയല്ലേ അവനിക്ക് ഭംഗിയാണ് ആ ഒരു മുടി എന്ന് പറയും. പക്ഷെ പാടുന്നതിന് മുന്നേ അവന് മുടി, നമുക്ക് ആ മുടിന്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ വളർത്തിയതാ, അല്ലാതെ പാടുന്നത് കൊണ്ട് വളർത്തിയതല്ല. പിന്നെ അത് കണ്ടിട്ട് അങ്ങനെ വന്നു. ഇനി നമുക്ക് നൂറിലേക്ക് വരാം. നൂറി അല്ലേ? ഓക്കെ. നൂറി നിസ, നമ്മുടെ മോളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപകാരം അല്ലേ? അല്ലേ, അതിലേക്കൂടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. ആ പാട്ട് രണ്ടുപേരും ഒന്ന് മൂളാവോ? ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപഘാതം പകരുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിന, നമ്മുടെ കൽബെന്തിന. കാര്യങ്ങളും ഇപ്പോൾ അതിന് നമുക്കുള്ള ഒരുപാട് അവസരങ്ങളും താങ്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ. ആ സമയത്ത് അവസരങ്ങൾ ഇല്ലാന്നല്ല, അവസരങ്ങൾ ഉണ്ട്, പക്ഷെ ഇന്നത്തെ ഒരു ഇത് ഉണ്ടാവില്ല. കാരണം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് ഇപ്പോൾ പാടിക്കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ലോകം മുഴുവൻ കാണുകയാണ്. അന്നെന്ന് പറഞ്ഞാൽ പാട്ട് പാടി സ്റ്റുഡിയോയിൽ പോയി പാടി ഒറ്റ ടേക്കിൽ പാടണം. ഒറ്റ ടേക്കിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റിലേ പാടണം. പിന്നെ ഇപ്പോഴത്തെ പോലെ ഒരു ഡിജിറ്റലായിട്ടൊന്നും മിക്സിങ് കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പാടുകയാണ്. പാടിയിട്ട് നമ്മൾ കറക്റ്റ് എന്ത് പിച്ച് ഇതുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടായാലും ആ സ്പോട്ടിൽ തന്നെ വീണ്ടും ഫസ്റ്റ് മുതലേ പാടുക. അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ചെയ്ത് മാസ്റ്ററിങ് ആയി, പിന്നെ അത് ഓഡിയോ ഇറങ്ങാൻ ഒരുപാട് കാലങ്ങളെടുക്കും. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഇന്നിപ്പം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ കൂടുതൽ ആ സമയത്ത് ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇക്കാമത്ത് എന്ന് പറഞ്ഞ വർക്ക് ഇറങ്ങി. ആ വർക്ക് ഇറങ്ങിയിട്ട് അതിന്റെ കാസറ്റിന്റെ പുറത്ത് പോലും നമ്മുടെ ഫോട്ടോ ഇല്ല, ഒരു ഫോട്ടോ പോലും മാസ്റ്റർ നിസാം, മാസ്റ്റർ ആലാപനം മാസ്റ്റർ നിസാം എന്ന് മാത്രമേ. അപ്പൊ അതിന്റെ പുറത്തൊരു വർക്ക് ഇറക്കിയ കമ്പനിയുടെ അവരുടെ മക്കളാരോ ഫോട്ടോ ഇങ്ങനെ കൈപിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട്. അപ്പൊ പലരും വിചാരം എന്ന് വെച്ചാൽ ആ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് അന്നും ഇന്നുമായിട്ടുണ്ട്.